ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായി ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ കപ്പയാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. ഒത്തിരി വലുതും ചെറുതും ആവേണ്ട, ഇതേപോലെ മതി. പിന്നെ കുറച്ച് കടുക്, കറിവേപ്പില, 3 വറ്റൽമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇഞ്ചിയും പച്ചമുളകും ചതച്ചാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പാലൂടെ എടുത്ത് വയ്ക്കുക. അതിൽ ഒത്തിരി കട്ടി കൂടിയതും അങ്ങനെയൊന്നും വേണ്ട, എങ്കിലും ഒത്തിരി ലൂസായി പോരുത്, കുറച്ച് ഇതായിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാം. ഇല്ല, അല്ലാണ്ട് നോർമലായിട്ട് വേവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചാലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ വേവുന്ന കപ്പ തന്നെയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നല്ല വേവാത്ത കപ്പ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതി, ഒത്തിരി ഒന്നും ആഡ് ചെയ്ത് ഉപ്പ് കൊടുക്കണമെന്നില്ല. അതിന് നല്ലപോലെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഇപ്പോഴേ ഒന്ന് ആഡ് ചെയ്താലേ അതിലേക്ക് നല്ലതുപോലെ ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. അവസാനം ഉപ്പിടാനായിട്ട് നോക്കിയാൽ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചെന്ന് വരും. അതുകൊണ്ട് ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഒന്നുകൂടെ കപ്പ നന്നായിട്ടൊന്ന് വെന്തോട്ടെ. കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേവാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഉടച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ണമായിട്ട് കിടക്കും. ഇതിപ്പോൾ ആക്ച്വലി കഷ്ണമായിട്ട് കഴിക്കാനാണെങ്കിൽ ഇത് ഓക്കെയാണ്, ഇത് മതിയാവും. അത് വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഉടച്ചെടുക്കണമല്ലോ. പാൽക്കപ്പയാകുമ്പം ഇച്ചിരി ലൂസായിട്ടിരിക്കണം, നല്ലതുപോലെ കുഴഞ്ഞതുപോലെ ആവണം. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് വേവണം. അത് ഒത്തിരി കുറേ കൂടെ വെന്ത് കഴിഞ്ഞു. ഇനി ഇടയ്ക്കൊന്ന് നല്ലതുപോലെ ഉടച്ച് കൊടുക്കുക. കുക്കറിലാകുമ്പം നന്നായിട്ട് തന്നെ വേവുന്ന കപ്പയാണെങ്കിൽ നല്ല മഷി പോലെ ആയിട്ട് വരും കേട്ടോ. അതാണ് കുറച്ച് നല്ല രുചി. അതാണ് ഈ ഒത്തിരി കഷ്ണമില്ലാണ്ട് കിടക്കുന്നത് നല്ല മഷി പോലെ ആയിട്ട് വേവുമ്പം അതൊരു പ്രത്യേക രുചി തന്നെയാണ് കഴിക്കാനായിട്ട്. എനിക്കതാണ് ഇഷ്ടം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചെന്ന് വരും. ഞാനിവിടെ പ്രത്യേകിച്ച് സ്റ്റീൽ ഒരു ചരുവമാണ് വച്ചിരിക്കുന്നത്, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം നല്ലപോലെ ഒന്ന് ഉടയ്ക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ അടിച്ച് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി അതിലിരുന്ന് കുറച്ചുകൂടി നന്നായിട്ട് വെന്തോട്ടെ. വെള്ളമൊക്കെ ഒരുവിധം നല്ല വറ്റിയിട്ടുണ്ട്. വെള്ളം ഉണ്ടില്ല, നല്ല കുറച്ചേ ഉള്ളൂ. നേരത്തെ വച്ചുന്നതുപോലെ ഇല്ല, നന്നായിട്ട് വറ്റാറായിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം ഉപ്പൊന്ന് നോക്കിക്കോണം. ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഈ സമയം അതിലോട്ട് പിടിച്ചോളും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അടിയിൽ പിടിക്കാണ്ട് നല്ലതുപോലെ നോക്കണം. ഇതിപ്പോൾ കാണുമ്പം ഒത്തിരി കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ തോന്നും, പക്ഷെ അത് നല്ല വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉടച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര ഇതായിട്ട് കിടക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ അത് നന്നായിട്ട് ഉടച്ചെടുത്തു. കണ്ടോ, നല്ല വെന്തിട്ടുണ്ട് കപ്പ. ഇതിന് നന്നായിട്ടിരുന്ന് കുറച്ചൊന്ന് വറ്റിക്കോട്ടെ. ഇത് നമ്മൾ ഇത്രയും ലൂസായിട്ടിരുന്നാലും തണുത്ത് കഴിയുമ്പോൾ അതിരുന്ന് കുറുകും.
നമ്മളിപ്പോൾ സേമിയ പായസമൊക്കെ വയ്ക്കത്തില്ലേ, അപ്പോൾ പാലൊഴിച്ച് വെള്ളം ഇത് നല്ല ലൂസായിട്ടിരിക്കും, പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നല്ല കട്ടിയാവും, പാലൊക്കെ ഇരുന്ന് വറ്റും. അതുപോലെ ഇതും അതുപോലെ തന്നെയാണ്, കുറച്ചൊന്നിരുന്ന് വറ്റും. അതൊന്നുകൂടെ ആയിക്കോട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാന് ചൂടാക്കാൻ വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും വയ്ക്കാം, പാനാണെങ്കിലും വയ്ക്കാം, ചീനിച്ചട്ടിയായാലും എന്തായാലും കുഴപ്പമില്ല. അതൊന്ന് ചൂടായിക്കോട്ടെ. നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. നല്ലത് ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഒരു ചെറിയ ടീസ്പൂൺ എണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക്, നമ്മൾ മാറ്റി വെച്ചിരുന്ന കടുക്, കറിവേപ്പില, പിന്നെ അതിലേക്ക് 2 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഉള്ളി ഒന്നും കരിഞ്ഞു പോകാണ്ട് നോക്കണേ. എനിക്കിവിടെ ചെറുതായിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇടുക. ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം, ഇല്ല അങ്ങനെ ഇട്ടിട്ട് കഴിക്കാറാകുമ്പോൾ യോജിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഞാനിവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.